വേണ്ടി വന്നാൽ പി.വി. അൻവറിനെ നിയമസഭയിൽ സംരക്ഷിക്കുമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് വരുമ്പോൾ എന്താണ് ഇനി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ന ചോദ്യത്തിൽ അല്പം കൂടി വ്യക്തത ഉണ്ടാവുകയാണ്. ഒപ്പം ഇന്നലെ ചേർന്ന UDF യോഗത്തിന്റെ ചർച്ചയും അതിന്റെ സാങ്കേതികവും അതിന്റെ സാധ്യതകളും എന്ത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കണം. അല്പസമയത്തിനുള്ളിൽ UDF കൺവീനർ മാധ്യമങ്ങളെ കണ്ട് അവരുടെ നിലപാട് കൂടി വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും അൻവറും UDF-ഉം തമ്മിലുള്ള അകലം കുറയുന്നു എന്ന രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട്. BV അരുൺ തുടരുന്നുണ്ട്. അരുൺ, UDF ഈ രാഷ്ട്രീയ സാധ്യതയെ പ്രയോജനപ്പെടുത്തും, തർക്കമില്ല. പക്ഷേ അവർക്ക് മുന്നിൽ തടസ്സങ്ങൾ നിരവധിയുണ്ട്. കാരണം അൻവർ കഴിഞ്ഞ കാലങ്ങളിലെടുത്ത രാഷ്ട്രീയ നിലപാടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ഏറ്റവും അടുത്ത നാളുകളിൽ നടത്തിയ പ്രസ്താവന പോലും അതിന് തടസ്സമായി മാറുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമാണ്, സാധ്യതകൾ എപ്പോഴും വഴി തുറക്കും. അതുകൊണ്ട് കോൺഗ്രസിന്റെ UDF-ന്റെ ആലോചനകൾ ഏത് തരത്തിലേക്കാണ് പോകുന്നത്? തിരുവഞ്ചൂരിന്റെയൊക്കെ ശബ്ദത്തിൽ അൻവറുമായുള്ള ഒരു അടുപ്പം പ്രകടമാവുന്നുണ്ട്. കോൺഗ്രസിനെ കുഴക്കുന്നത് അൻവർ എന്ന നേതാവിന്റെ ചരിത്രം തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM-ൽ നിന്നുകൊണ്ട് CPM-നെ പോലെ വളരെ സംഘടനാപരമായി അത്ര ശക്തമായ അല്ലെങ്കിൽ ഒരു ഘടകകക്ഷിക്ക് പോലും കാര്യങ്ങൾ പറയാൻ പരിമിതിയുള്ള ഒരു പാർട്ടി, ആ ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ഈ വിധം പൊട്ടിത്തെറിച്ച അൻവറിനെ എങ്ങനെ UDF-നെ ഉൾക്കൊള്ളാനാകും? മറ്റൊന്ന്, AK ബാലൻ സൂചിപ്പിച്ച പോലെ അൻവർ നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്, തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് മേധാവിക്കടക്കം നൽകിയ പരാതികളുണ്ട്, അത്തരം കാര്യങ്ങളുണ്ട്. അങ്ങനെ അൻവറിനെ എങ്ങനെ ഉൾക്കൊണ്ടുപോകുമെന്ന വലിയൊരു ചോദ്യം കോൺഗ്രസിന് മുന്നിലുണ്ട്, ലീഗിന് മുന്നിലുണ്ട്. ഒരുപക്ഷെ അൻവർ ലീഗിലേക്ക് പോകുമെന്ന വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെയും അൻവറിനെ എങ്ങനെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ UDF-ൽ അല്ലെങ്കിൽ കോൺഗ്രസിലും ഒരു സമവായം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. മാത്രവുമല്ല, അൻവർ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കും CPM-നും ഒക്കെ എതിരെ നടത്തുന്ന പോരല്ലേ കുറച്ചുകൂടി കോൺഗ്രസിനും UDF-നും ഗുണം ചെയ്യുക എന്ന അഭിപ്രായമുള്ളവർ കോൺഗ്രസിലും UDF-ലും ഉണ്ട്. അങ്ങനെ പറയുമ്പോഴല്ലേ അൻവറിന്റെ വാക്കുകൾക്ക് കൂടുതൽ വിശ്വാസത വരുന്നത്. പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യങ്ങൾ ആ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഒരാൾ പറയുമ്പോൾ അതാകും കൂടുതൽ നല്ലതെന്ന അഭിപ്രായമുള്ളവരാണ് കോൺഗ്രസിലേറെ. ഇപ്പോൾ ഏതായാലും മുന്നണിക്ക് പുറത്തേക്ക് നിലപാട് അൻവർ വ്യക്തമായി കഴിഞ്ഞു. അപ്പോഴും ഒരു സ്വതന്ത്ര MLA ആയി അൻവറിന് സഭയിൽ തുടരാം. മറ്റൊരു പാർട്ടിയിൽ നയിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുമായി ചേർന്ന് പോകാനോ ഉള്ള നിയമപരമായ എളുപ്പമല്ല അൻവറിന്. അതിന്റെ സ്വതന്ത്രനായി തന്നെ തുടരേണ്ടി വരും. അദ്ദേഹത്തിന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ ഈ MLA എന്ന കാലാവധി കഴിയുന്നവരെ സാധിക്കുകയുമില്ല. അൻവർ സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം പറയേണ്ട കാര്യങ്ങൾ, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരെക്കാൾ ശക്തമായി CPM-നും മുഖ്യമന്ത്രിക്കുമെതിരെ പറയുന്ന ഒരാളായി തന്നെ നിൽക്കട്ടെ എന്ന അഭിപ്രായമാണ് ഇപ്പോൾ UDF-ൽ ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ അൻവറിനെ ഉടൻ UDF-ലേക്കോ അല്ലെങ്കിൽ UDF-ലെ കക്ഷികളിലേക്കോ കൊണ്ടുവരാൻ ഒരു തീരുമാനം ഉണ്ടാകാനിടയില്ല. പക്ഷേ അൻവറിനെ പരമാവധി പുറത്തു നിന്നുള്ള ഒരു പിന്തുണയും പ്രോത്സാഹനവും UDF-ഉം കോൺഗ്രസ് നൽകും. ആ രീതിയിലാകും അവരുടെ മുന്നോട്ട് പോക്ക്. ഏതായാലും അല്പസമയത്തിനകം VD സതീശനും തിരുവനന്തപുരത്ത് MM ഹസനും ഒക്കെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. UDF-ന്റെ കൃത്യമായ ലൈൻ അവർ വ്യക്തമാക്കും. അതാണ് സാഹചര്യം. ഒരു മുന്നണി വിറ്റാൽ പെട്ടെന്ന് അടുത്ത മുന്നണിയിലേക്ക് എന്ന സാഹചര്യം അൻവറിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം അതിൽ ചില രാഷ്ട്രീയ വ്യക്തത ഉണ്ടാവട്ടെ എന്ന് UDF-ഉം കരുതുന്നു. ഒപ്പം രാഷ്ട്രീയ സാധ്യത കൂടുതൽ ശക്തമായത് തന്നെ എന്നതാണ് UDF-ന്റെ വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് വരാം. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം